ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി അതുപോലെ തന്നെ പാല് വെച്ചിട്ട് അടിപൊളി ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആ വീഡിയോക്ക് തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കട്ടെ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് വേണ്ട പാലെടുക്കാൻ. കുറച്ച് വേണമെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതി, കുറച്ചൊക്കെ മതി എന്നുണ്ടെങ്കിൽ. എനിക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണോണ്ടാണ് 1.5 ഗ്ലാസ് എടുത്തത്. അതിനുശേഷം ഒരു 2 സ്പൂണ് ഗോതമ്പ് പൊടി, നമ്മൾ സാധാ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് എടുക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കട്ടില്ലാതെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യച്ചാൽ ഞാൻ സ്പൂൺ വെച്ചിട്ടപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ട് അങ്ങനെയാണെങ്കിലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ കട്ടൊന്നുമില്ല, ഇപ്പോൾ കട്ടകളുണ്ട്, ആ കട്ടൊന്നുമില്ലാതെ നല്ല പാലിൽ മിക്സാക്കി ഇത് അതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണ്ട നമുക്ക് കിട്ടാൻ. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് മധുരം വേണം അതിനനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് വേണ്ട നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കണം. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കസ്റ്റാർഡായിട്ട് റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് കസ്റ്റർഡ് പൗഡറോ അതുപോലെ തന്നെ ഐസ്ക്രീമോ കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഗോതമ്പൊടി പാലും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട. ബട്ടർ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് സാധാ ഷുഗർ കാരമലൈസ് ചെയ്യുന്ന പോലെ കാരമലൈസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, മീഡിയത്തിലിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ വേണം നമുക്ക് കിട്ടാൻ. ഫുള്ളായിട്ട് കാരമലൈസ് ചെയ്ത് നിന്നാൽ അതിൻ്റെ ആ കളർ ഒന്നുകൂടി ഡാർക്കാവും. അപ്പോൾ ഈ ഒരു കളറിൽ കിട്ടാനാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഷുഗർ നമുക്ക് ബാക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് മെൽറ്റായി കിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടി ഡാർക്ക് കളർ ആവുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ കളറായപ്പോൾ നമ്മൾ പാലും ഗോതമ്പൊടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഷുഗർ നല്ല ബലത്തിൽ വരും കേട്ടോ. അത് കുഴപ്പമില്ല, അതിങ്ങനെ പാൽ ഇങ്ങനെ ചൂടായിട്ട് വരുന്തോറും അതങ്ങനെ മെൽറ്റായി പോയിക്കോളും. ഷുഗർ ഫുൾ കാരമലൈസ് ചെയ്താൽ കളറായി നിൽക്കുക, ഡാർക്ക് കളറായിട്ട് ഇച്ചിരി കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മളെ കസ്റ്റാർഡ് കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് കിട്ടുന്നു മാത്രം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടുക കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കൈ എടുക്കാതെ നമ്മൾ ഈ പാലും ഗോതമ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ കുറുകി വരും കേട്ടോ. ഒന്ന് കുറുകിയതിന് ശേഷം 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ കസ്റ്റാർഡിന് ഉണ്ടാവുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കസ്റ്റാർഡ് നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഇല്ലാച്ചിട്ടോ കസ്റ്റാർഡ് ഉണ്ടാക്കാതിരിക്കാണ്ട് പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഇതാ നമ്മൾ പാല് കുറുകി വന്നിട്ടുണ്ട്. പൊടിയൊക്കെ ഇതാ ഈ ഒരു പരുവത്തിൽ മതി എടുക്കാൻ. അതുപോലെ ആവണം കേട്ടോ. അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഒരുപാട് കുറുക്കിയാൽ നമ്മൾ ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് നല്ല കുറുകി വരും കേട്ടോ. ഇനി നമ്മളിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കുറച്ച് ലൂസിൽ തന്നെ നമുക്ക് എടുക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് കുറുക്കിയിട്ടുണ്ടെങ്കിൽ അത് കട്ട കുത്തി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ കഴിക്കാനായിട്ട് ടേസ്റ്റ്. ഇനി ചൂടാറിയ ശേഷം നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് ഞാനിവിടെ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട് എന്താണോ അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആപ്പിളും പഴം, അനാറ്, ഓറഞ്ചും റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നേന്ത്രപ്പഴം മാത്രമാണെങ്കിൽ ആ നേന്ത്രപ്പഴം മാത്രം ഇതിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അല്ല ആപ്പിൾ മാത്രമാണെങ്കിൽ ആപ്പിൾ മാത്രം ഇട്ട് കൊടുത്താലും മതി. ഏത് ഫ്രൂട്ടാണ് നിങ്ങളുടെ കയ്യിൽ അത് ഒന്നാണെങ്കിൽ പോലും അത് മാത്രം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉള്ളതുകൊണ്ട് അത് എടുത്തൊന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ തണുപ്പിച്ചത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, തണുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഫ്രൂട്ട് ഇല്ലയെന്ന് ചോദിച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ഏത് ഫ്രൂട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഒന്നാണെങ്കിൽ ഒന്നുണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഫ്രൂട്ടൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, കുറച്ച് അണ്ടിപ്പരിപ്പും ഇതും വെറുതെ ഇട്ട് കൊടുത്താണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. അതിനുശേഷം കുറച്ച് കറുത്ത മുന്തിരി വെച്ച് ഡെക്കറേഷൻ മാത്രം ഇട്ട് കൊടുത്താണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കഴിക്കുന്നത് അത്രയും നല്ലതാണ്. കുറച്ച് അനാറ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു രസമാണല്ലോ അങ്ങനെ കാണുമ്പോൾ, കഴിക്കാനും രസമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ല വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ചോദിച്ച് വരും ഇത് കഴിക്കാൻ, അത്രയും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡറോ ഐസ്ക്രീമോ ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗോതമ്പൊടി പാലുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കുക. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കസ്റ്റാർഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.